അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, മൻ നജാത്ത്, എന്താണ് രക്ഷാമാർഗമെന്ന്. അപ്പോൾ 3 സംഗതികളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷാമാർഗമായിക്കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. അതിലൊന്നാണ് വബ്കി അലാ ഖതീഅതിക, നിന്റെ പാപത്തിനുമേൽ നീ കരയുക. അതായത് പാപത്തെ ഓർത്തുകൊണ്ട് കരയുക. വലിയ സന്ദേശമാണ് ഈ ഹദീസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മളൊക്കെ തന്നെ പല വിഷയങ്ങളിലും കരഞ്ഞു പോകാറുണ്ട്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുടുംബത്തിലെ പലരും കരയാറുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഭൗതികമായ നാം ലക്ഷ്യം വെക്കുന്ന അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന പലതും തന്നെ വേണ്ട സമയത്ത് ലഭിക്കാത്തതിൻ്റെ പേരിൽ. അതുപോലെ തന്നെ അനാവശ്യമായ സങ്കടങ്ങൾ, ദുനിയാവിലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും പല ആളുകൾ അതുമായി മുന്നോട്ട് പോകാറുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകളെ ഓർത്ത് ആ തെറ്റുകൾ അധികരിച്ചുകൊണ്ട് നാളെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ എത്തിപ്പെട്ടാലുള്ള അവസ്ഥയെ ഓർത്തുകൊണ്ടാണ് ധാരാളം കരയേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ തെറ്റുകളുടെ മേൽ അല്ലെങ്കിൽ തെറ്റിനെ ഓർത്തുകൊണ്ട് കരയണമെന്ന് പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട് നമസ്കാരവേളയിൽ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അതുപോലെ ഏറ്റവും അടുത്ത ആളുകൾ വിട പറഞ്ഞ് പോയ സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് അബൂ ത്വാലിബ് തൻ്റെ പിതൃവ്യൻ, അതുപോലെ തന്നെ അബൂ ത്വാലിബിന് ഹിദായത്ത് കിട്ടാതെ പോയതിൻ്റെ പേരിൽ ആണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തേങ്ങിപ്പോയത്. അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള കരച്ചിലെല്ലാം തന്നെ തേങ്ങിക്കരച്ചിൽ, കണ്ണിൽ നിന്ന് കണ്ണീർ പൊടിച്ചുകൊണ്ട് ഉള്ളതായിരുന്നു. അതൊരു അട്ടഹാസ രൂപത്തിലല്ല. അങ്ങനെ കരയാനും പാടില്ല. അങ്ങനെ അട്ടഹസിച്ച് കരയുന്നവരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി വിമർശിക്കുന്നത് സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കരയണം. ആ കരച്ചിൽ കണ്ണീർ പൊഴിക്കുന്ന രൂപത്തിൽ അട്ടഹാസമല്ലാതെ ആയിരിക്കണമെന്നാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ധാരാളമായി നമ്മുടെ റബ്ബിനെ ഓർത്തുകൊണ്ട് കണ്ണീർ പൊഴിക്കുക, കുറച്ച് മാത്രം ചിരിക്കുക. ചിരിക്കാൻ വേണ്ടി പലതും കണ്ടുകൊണ്ട് കോമഡികളും മറ്റും ആസ്വദിച്ച് അങ്ങനെ സമയം തള്ളി നീക്കുന്ന ധാരാളം ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വലിയ പ്രയോജനമില്ല, മറിച്ച് അതുകൊണ്ട് വിനാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, റബ്ബിനെ ഓർത്ത് കരയുന്ന വിശ്വാസികൾക്കാണ് നാളെ പാരത്രിക ലോകത്ത് വലിയ വിജയമുള്ളത്. അക്കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം തന്നെ ഉൾപ്പെടുത്തുമാറാകട്ടെ.